എല്ലാവർക്കും നമസ്കാരം. കിക്ക് ആൻഡ് സ്ട്രൈക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർഷൽ ആർട്സ് പഠിച്ചിട്ടില്ലാത്ത ഒരാൾ ആദ്യമായിട്ട് നെഞ്ചിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ബേസിക്സ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, അതിനെക്കുറിച്ചാണ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഷിബു ഭാസ്കരൻ. ഇദ്ദേഹമാണ് എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പം ഷിബു ഇതുവരെ നെഞ്ചിക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഷിബു തന്നെ ആയിരിക്കും ഇതിന് പറ്റിയൊരു നല്ല കാൻഡിഡേറ്റ് എന്ന് തോന്നി. അങ്ങനെ ഷിബു തയ്യാറായി. അങ്ങനെ നമ്മളിപ്പോൾ ഇത് ചെയ്യുകയാണ്. ഷിബു അതിൻ്റെ ഇൻട്രസ്റ്റ് എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഹിൽ ഹെഡ് എന്ന് പറയുന്ന ബീച്ചാണ്. സൗത്ത് ആംപ്ടണിലുള്ള ഹിൽ ഹെഡ് എന്ന് പറയുന്ന ഒരു ബീച്ചാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ. ഷിബുവിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, എറൗണ്ട് ദ വേൾഡ് ഷിബു ഭാസ്കരൻ എന്നാണ്. അതിനകത്തിൽ ഇപ്പം നേഴ്സിംഗ് സംബന്ധമായിട്ടുള്ള, അതായത് UK വരാൻ ആഗ്രഹമുള്ള നേഴ്സസിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് അതിനകത്തിൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ കെയർ വിസയെക്കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് നല്ല വീഡിയോസ് ഷിബു ചെയ്തിട്ടുണ്ട്. ഷിബു അതിനെക്കുറിച്ച് ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ പറയും. അതെ, ഇതിപ്പം നമ്മുടെ ഒരു മാർഷൽ ആർട്ടിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ പറയുന്നത്. പക്ഷേ എൻ്റെ പേരിൽ എൻ്റെ ഒരു ചാനൽ എൻ്റെ പേരിൽ തന്നെയാണ്, ഷിബു ഭാസ്കറിൻ്റെ പേരിൽ. അപ്പം ബേസിക്കലി ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ കൂടുതൽ കെയറും നേഴ്സുമാർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ കണ്ടന്റ് ചെയ്യുക. അത് എത്രത്തോളം നമുക്ക് സത്യസന്ധമായിട്ടും ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യുക. അതിപ്പോൾ നമുക്ക് വ്യൂവർഷിപ്പ് കൂട്ടാനല്ല, ഇത് ഒരു ജെന്യുവൻ അപ്രോച്ചാണ് ഞാൻ എപ്പോഴും അതിനകത്ത് നോക്കുന്നത്. അതെ, ഞാനും അതിനകത്ത് ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം കെയർ വിസയിൽ ഒരുപാട് ആൾക്കാർ ചതിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നീ എനിക്ക് അതിനകത്തിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ എങ്ങനെ കൂടുതൽ പൈസ മുടക്കാതെ അല്ലെങ്കിൽ ചതിയിൽ പെടാതെ എങ്ങനെ വരാമെന്നുള്ള വീഡിയോസ് കറക്റ്റായിട്ട് ചെയ്തു. ഞാൻ കുറച്ചുകൂടെ ജെന്യുവൻ ആയിട്ട് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വ്യൂവർഷിപ്പിന് അല്ലാതെ അല്ലെങ്കിൽ അതുകൊണ്ട് എത്ര ഇൻകം ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ ശരിക്കും ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പലർക്കും അത്ര ഒരു സംതൃപ്തിയായിട്ട് തോന്നാറില്ല. കയറി വാടാ മക്കളെ എന്നുള്ള രീതിയിലല്ല, കുറച്ച് ഫാക്ട്സ് ആണ്. അതെ അതെ, തന്നെയല്ല നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് പൈസ കൊടുക്കാതെ വരുന്നതിനോട് ചിലപ്പോൾ അത് ജെന്യുവനെല്ലാം തോന്നിപ്പോകും. നമ്മൾ ഇച്ചിരി പൈസ മുടക്കി, കാരണം എനിക്ക് തോന്നുന്നു 10 ലക്ഷത്തിന് മേളാണ് ആൾക്കാർ മേടിക്കുന്നത് അല്ലേ? കെയർ വിസയ്ക്ക് UK വരാം. അതേ സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ വരാൻ പറ്റും കെയർ വിസയ്ക്ക്. അങ്ങനെ അപ്പൊ അങ്ങനെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അതെ, അപ്പൊ അത്രേ ഉള്ളൂ ചാനലിൽ. എന്തായാലും നിങ്ങൾ ഞാൻ എന്തായാലും ഷിബുവിന്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങളത് നോക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ നെഞ്ചക്ക് ബേസിക്സിനെ കുറിച്ച് നമുക്ക് അതിനകത്തേക്ക് കിടക്കാം. ഓക്കെ, ഇപ്പം ഷിബുവിൻ്റെ കയ്യിരിക്കുന്ന ഒരു ഫോം നെഞ്ചക്കാണ്. ഇപ്പം ആദ്യമായിട്ട് നെഞ്ചക്ക് ഉപയോഗിക്കുന്നവർ അല്ലെ പ്രാക്ടീസ് ചെയ്യുന്നവർ കഴിയുന്നതും ഇതുപോലെ ഒരു ഫോം നെഞ്ചക്ക് മേടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നമ്മുടെ തലയിലും കൈയുടെ മുട്ടിലും ഒക്കെ വന്ന് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ ഇരിക്കുന്ന ഒരു വുഡൻ നെഞ്ചക്കാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ രണ്ടിൻ്റെ ഏകദേശം നീളം ഒരുപോലെ തന്നെ. ചെയിൻ ലെങ്ത് ഇച്ചിരി കൂടുതലുണ്ട് ഫോം നെഞ്ചക്കിന്. ഓക്കെ, നമുക്ക് ഇത് നമ്മൾ ഏതൊരു മാർഷൽ ആർട്സ് ചെയ്യുന്നതിന് അല്ലെ ഇപ്പം ഈവൻ നമ്മൾ ജോഗിങ്ങിന് പോവുകയാണെങ്കിൽ പോലും അതിന് മുന്നേ നമ്മളൊരു സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ മസിൽസൊക്കെ ഒന്ന് ലൂസ് ചെയ്യാനും നമ്മൾ ഇച്ചിരൂടെ എന്താ പറയുക, നമ്മുടെ എഫിഷ്യൻസി കൂട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് വാമപ്പ് എക്സർസൈസുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്കപ്പോൾ ആദ്യം അത് ചെയ്യാം. ഇപ്പം നമ്മൾ ബീച്ചിലാണ്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആദ്യം ഒന്ന് ചെറിയതായിട്ടൊന്ന് ഓടി, അതിനുശേഷം വന്നിട്ടൊന്ന് ഓടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ സ്കിപ്പിംഗ് ചെയ്യാം. ഇത് രണ്ടും സ്റ്റാമിനയ്ക്ക് ഏറ്റവും പറ്റിയ നല്ല 2 എക്സർസൈസുകളാണ്. നമുക്കപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത്, നമുക്കിപ്പം ജസ്റ്റ് ഒന്ന് സ്കിപ്പിംഗ്, ഇത് കയ്യിൽ സ്കിപ്പിംഗ് റോപ്പില്ല, പക്ഷേ നമുക്കൊന്ന് സ്കിപ്പിംഗ് ചെയ്യാം ആദ്യം. അതായത് നമുക്ക് താഴെ വെച്ചോ, കുഴപ്പമില്ല. നമ്മൾ സാധാരണ ഇപ്പോൾ സ്കിപ്പിംഗ് റോപ്പ് കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും. അതിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാലടുപ്പിച്ച് വെച്ച് നമുക്ക് ഒരു 1 to 3 minutes നമ്മൾ സ്കിപ്പിംഗ് ചെയ്യാം. ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ജമ്പിങ് ജാക്സ് ചെയ്യാം. അതായത് ഒരു ഹാൻഡ് റൊട്ടേഷൻ ചെയ്യാം. കൈയുടെ മുട്ട് കഴിയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ വന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് വന്ന് അത് ഒരു 1 minute ചെയ്യുക. എന്നിട്ട് തിരിച്ച് റിവേഴ്സ് ചെയ്യുക. കൈ ഇങ്ങനെ ഇനി നേരെ വെച്ചിട്ട് നമ്മൾ റിസ്റ്റ് റൊട്ടേഷൻ ചെയ്യാം. നമുക്ക് റിസ്റ്റ് റൊട്ടേഷൻ, അതായത് ഇങ്ങനെയാണ്.
ഇങ്ങനെ. ഇനി റിവേഴ്സ്. കൈ ഇങ്ങനെ നമ്മൾ സ്ട്രേറ്റ് പിടിച്ചിട്ട് സ്ട്രേറ്റ്. റിവേഴ്സ്. റിസ്റ്റ് മാത്രം. അടുത്തത് നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഇവിടെ കൈ വെക്കുക. എന്നിട്ട് അടുത്ത ഷോൾഡർ റൊട്ടേഷനാണ്. ഫ്രണ്ടിലോട്ട് 1 2 3 4 5 6 7 8 9 10. റിവേഴ്സ് ചെയ്യുക. 1 2. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ മുട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. കറക്റ്റായിട്ട് പൊങ്ങി വരും. 3 4 5 6 7 8 9 10. ഓക്കെ. അടുത്ത നമുക്ക് ഒരു ഹെഡ് നെക്ക് റൊട്ടേഷൻ കൂടി ചെയ്തിട്ട് നമുക്ക് നെഞ്ചൊക്കെ വെച്ച് കുറച്ച് എക്സർസൈസ് കൂടി ചെയ്യും. ഓക്കെ. അതിന് ചെയ്യേണ്ടത് നമ്മൾ ഹെഡ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ കഴിയുന്നു നമ്മൾ കണ്ണടച്ച് വെച്ചിട്ട് ചെയ്യുക. ആദ്യം ഞാൻ ചെയ്യുന്നതൊന്ന് നോക്കുക. കണ്ണടച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു റൊട്ടേഷൻ 1 സൈഡ്. അടുത്ത കൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ തിരിച്ച് റൊട്ടേഷൻ, അടുത്ത കൗണ്ടിൽ തിരിച്ച്. അതിനുശേഷം അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുമ്പോൾ കണ്ണടച്ച് വെച്ച് തന്നെ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. അടുത്ത ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ. അപ്പോൾ ആദ്യം ഹെഡ് റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ. കണ്ണടച്ച് വെച്ചിട്ട് 1 2 റിവേഴ്സ്. നമ്മുടെ ചെയ്തു കണ്ടിന്യൂ ചെയ്തു. നമ്മുടെ ഇവിടെ ഈ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഉള്ളതും ഈ ഷോൾഡറിൻ്റെ ഇവിടത്തേക്കുള്ള ആ മസിൽസും ഞരമ്പും ഒക്കെ ഒന്ന് ലൂസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൈ അന്നേരം നമുക്ക് ഇച്ചിരി കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത് അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. ഇനി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ. ഇനി കണ്ണ് തുറക്കുമ്പോൾ തലയൊന്ന് വെട്ടിച്ചിട്ട് കണ്ണ് തുറക്കുക. ഓക്കെ. നമ്മുടെ ലെൻസ്. ഇനി നമുക്ക് നെഞ്ചൊക്കെ വെച്ച് ഇപ്പം നമ്മൾ നെഞ്ചക്കമായിട്ടാണല്ലോ സ്കില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ നെഞ്ചക്ക് കൈ വെച്ചുകൊണ്ട് കുറച്ച് കാര്യം. ഒരെണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 കൈയിലും പിടിച്ചിട്ട് ജസ്റ്റ് 1 2 1 2 1 2 1 2. നെക്സ്റ്റ് അടുത്ത ഹാൻഡിൽ പിടിച്ചിട്ട് 1 2 1 2 1 2 1 2. ഇത് നമ്മൾ നെഞ്ചക്കിൻ്റെ ആ വെയിറ്റുമായിട്ട് നമ്മുടെ കൈ ഒന്ന് ഇണങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ. അത് ചെയ്യാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ജസ്റ്റ് നെഞ്ചക്ക് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ 1 പോട്ടെ അത് തന്നെ കറക്റ്റ്. വെരി ഗുഡ്. വെരി ഗുഡ്. അതെ. ഇനി നേരെ ഇങ്ങനെ. ഓക്കെ. കൈ സ്ട്രെച്ച് ആയിക്കോട്ടെ ഫുള്ള്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ. അതെ. ഇങ്ങനെ ജസ്റ്റ് ഇപ്പം നമ്മൾ എടുക്കണ്ട. ഇത് നമ്മൾ ജസ്റ്റ് ഇതിൽ കൈയൊന്ന് കൈയൊക്കെ ആ രീതിയിലൊന്ന് വഴങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. 1 തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ തിരിച്ചുവിടെ വരിക. 2 ഓക്കെ. തിരിച്ചുവിടെ വരിക. 1 അഗൈൻ. സൈഡ് പോകുമ്പോൾ തിരിച്ച് ഇവിടെ വരിക. 1 കിട്ടുന്നില്ലേ? ആദ്യം ആ കിട്ടുന്നിടത്തോട്ട് പോട്ടെ. ഓക്കെ. ഇനി തിരിച്ച് ഇങ്ങോട്ട് ഇപ്പറേ ഇവിടെ ഈ കൈ സൈഡ് കിട്ടുന്നില്ല. ഈ കൈ ഇങ്ങോട്ട് ഇതാണ് കിട്ടുന്നത്. ഓക്കെ. ഇനി തിരിച്ച് ഫ്രണ്ട് വരിക. അപ്പോൾ അതൊന്ന് ഒരു 10 ടൈംസ് ആവുന്ന ചെയ്യും. 1 2. ആദ്യം വരുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കെട്ട് പോലെ തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഇവിടെ ഉള്ള ആ ഒരു കെട്ടൊക്കെ ആ ഒരു മടിയങ്ങ് മാറും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഇങ്ങനെ നമ്മളങ്ങ് സ്ട്രെച്ച് ചെയ്യും. കഴിയുന്ന സ്ട്രെച്ച് ചെയ്യും. ഓക്കെ. 1 ഇങ്ങനെ വരുന്നു. 2 3. ഓക്കെ. ഓക്കെ. ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചെയ്തു. 1 2 3. തിരിച്ചു ഈ കൈ ഇവിടെ മണ്ടക്കിട്ടോ ഇങ്ങനെ. കഴിയുന്നത് നെഞ്ചക്കിൻ്റെ ഇച്ചിരിയുടെ ഭാഗത്തോട്ട്. നമ്മൾ ഈ നെക്കിൻ്റെ ഇതിനെ നമ്മൾ നെക്കെന്ന് പറയും. ഇപ്പം നെക്കിൻ്റെ അത്ര അടുത്ത് പോയി പിടിക്കണ്ട. ഇച്ചിരി ബാക്കിലോട്ട്. പല സ്റ്റൈലിലും പല രീതിയിലാണ് പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മളിങ്ങനെ പിടിക്കുക. ഓക്കെ. ഞാൻ ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കുന്നു. 1 ഓടെ ഇത് വരും. 1 2 കിട്ടിയില്ല. കിട്ടട്ടെ.
അതെ ഈര് അത് ശരിയായി. കൈ ഒന്ന് പിടിച്ചത്. എന്നിട്ട് ഈ കൈ ഇവിടെ പോവും ഇങ്ങനെ, ഈ കൈ ഇങ്ങനെ, ഈ കൈ താഴെ ഇവിടെ ഇവിടെ ഇങ്ങനെ 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 ഇംഗ്ലാവ് വിളിക്കാനായിട്ട് നമ്മൾ പൊക്കത്തില്ലേ. ആ അപ്പോൾ ഈ കൈ എന്ത് ചെയ്യും, ഇങ്ങനെ ഇങ്ങനെ. ഈ റൈറ്റ് സൈഡ് നീ കിട്ടുന്നുണ്ട്, ലെഫ്റ്റാ കിട്ടാതെ. ഇവിടെ പണ്ടൊക്കെ പോട്ടെ ഇങ്ങനെയല്ലേ ഇത് കണ്ടോ? ഇത് വരുന്നുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ വന്നു തിരിച്ചു ഇവിടെ വന്നു. ഇനി ഈ റൈറ്റ് ഹാൻഡ് ഇവിടെ പോവും. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുമ്പോൾ റൈറ്റ് ഹാൻഡ് താഴോട്ട് ഇങ്ങനെ. സിമ്പിൾ ആയിട്ട് വരുന്നുണ്ട്, പക്ഷെ അതുപോലെ ഇതിപ്പോ വരുന്നില്ല. ബ്രെയിൻ്റെ ആ കോർഡിനേഷൻ നമ്മൾ ഇത് ഈ ഒരു എക്സർസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കോർഡിനേഷൻ കിട്ടും. ഒന്ന് കൈ പിടിച്ചൊന്ന് ചെയ്തു തന്നെ, എൻ്റെ കൈ ഒന്ന് പിടിച്ചു തന്നെ. അതായത് ഈ റൈറ്റ് ഇങ്ങനെ ഇങ്ങനെ പിടിക്കും. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ, വെരി ഗുഡ്. റൈറ്റ് ഇങ്ങനെ പോട്ടെ. ഇങ്ങനെ പോട്ടെ. പോട്ടെ അത്രേ ഉള്ളൂ. തിരിച്ചു വിടാതെ. പിന്നെ 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 അടുത്ത കയ്യിലോട്ട് പോട്ടെ. അങ്ങനെ തിരിച്ചോട്ടെ. ഇങ്ങനെ ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് കിട്ടിയ അത് കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഈ കൈ മൂവ്മെന്റിന്റെയാണ്. അതായത് നമ്മൾ ഏത് ഡയറക്ഷനിലേക്ക് എടുക്കുന്നോ ആദ്യത്തെ ആ മൂവ് കറക്റ്റ് ആണ്. അതെ, അപ്പോൾ അത് അതിനൊരു ആദ്യത്തെ ബാരിയർ തന്നെയാണ് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സർസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ തോളിൻ്റെ അവിടെയുള്ള ഒരു കെട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോർഡിനേഷൻ കറക്റ്റ് ആവും. 1 2 1 2. അതെ, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. ഇപ്പം ശരി. ഇപ്പം വേറൊരു കാര്യം ശിവ ശ്രദ്ധിച്ചാണ്, അതായത് നമ്മൾ ഈ കൈ ഇവിടെ ഇങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കൈയും നമ്മൾ ഇവിടെ ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാം. ഇപ്പൊ ശിവു ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്തു. അതായത് ഈ ചെറുവിരലിന്റെ ഭാഗം ചെറുതായിട്ട് ലൂസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗം, അതായത് ഇങ്ങനെ വരും. നമ്മളിങ്ങനെ മൊത്തമായിട്ട് പൂർണ്ണമായിട്ട് കൈ അയച്ചു വിടുന്നില്ല, ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഫാസ്റ്റായിട്ട് ഇതിനെ മാനുവർ ചെയ്യാം നെഞ്ചക്കിന്. വെരി ഗുഡ്. നെഞ്ചക്കിൻ്റെ മൂവ്മെൻറ്റ്സ് കൂടുതലും നമ്മൾ റെസ്റ്റിലാണ് ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളും. അപ്പം നമ്മൾക്കിനി അടുത്ത് റൊട്ടേറ്റ് ചെയ്യാം. അത് റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആദ്യം നമ്മൾ ഇൻസൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് റൊട്ടേറ്റ് ഇങ്ങനെ. അത് തന്നെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ, വെരി ഗുഡ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ കുറച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ തിരിച്ച് റിവേഴ്സ്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമുക്ക് ഇങ്ങനെ ചെയ്തല്ലോ. അടുത്ത നമ്മൾ ഇത് ഇപ്പുറത്തോട്ടിടുക. കൈ പാം നമ്മൾ തിരിച്ച് നേരെ തിരിച്ച് ഇങ്ങനെ ഇങ്ങനെ ആ സൈഡിൽ ഔട്ട് സൈഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. വെരി ഗുഡ്. അത് തന്നെ. തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കയ്യിൽ നമ്മൾ ഏതൊരു കാര്യം നമ്മൾ റൈറ്റ് ഹാൻഡ് ചെയ്യുന്ന ആ സെയിം സ്പീഡും ആ സെയിം എഫിഷ്യൻസി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡും ഉണ്ടാവണം. അപ്പോൾ നമ്മൾ എല്ലാം നെക്സ്റ്റ് ഹാൻഡിൽ നമ്മൾ അത് തന്നെ ചെയ്യും. ഓക്കെ, റൊട്ടേഷൻ 1 തിരിച്ച് റിവേഴ്സ് 2 3 റിവേഴ്സ്. വെരി ഗുഡ്. അപ്പോൾ അടുത്ത ഇനി നമ്മൾ പാം നമ്മൾ നേരെ തിരിച്ചിട്ട് ഈ സൈഡിൽ. ഓക്കെ, 1 ഇനി റിവേഴ്സ്. കഴിയുന്നത് നമ്മൾ റിസ്റ്റ് കൊണ്ട് റിസ്റ്റ് മാത്രം ചെറുതായിട്ട് ചലിപ്പിച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ
അതായത് നമ്മൾ ഹോളായിട്ട് നമ്മുടെ കൈ ഇങ്ങനെ കറങ്ങാതെ കൈ സ്റ്റേബിൾ ആയിട്ട് കൈ സ്റ്റേബിളായിട്ട് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ ഇത് തന്നെ കറങ്ങുന്ന പോലെ ഒരു ഫീൽ വരും. ആ രീതി. ഓക്കെ. അടുത്ത തന്നെ നമ്മൾ ഫിഗർ ഓഫ് 8 ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ് ഇതിനകത്തുള്ള. ബേസിക് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. നമ്മൾ ഇങ്ങനെ നമ്മളൊരു 8 വായുവിൽ നെഞ്ചൊക്കെ കൊണ്ട് നമ്മളൊരു 8 വരയ്ക്കുകയാണ്. മനസ്സിലായോ? ഈ ഇവിടെ എൽബോ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ റിസ്റ്റാണ് ഇതിനെ റിസ്റ്റ് കൊണ്ട് ഇങ്ങനെ റൈറ്റ് വെരി ഗുഡ്. അതെ. ഓക്കെ. അത് നമ്മൾ കൂടുതൽ ചെയ്യുക, അതിനെ സ്പീഡാക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ഹാൻഡ് കൊണ്ടും അതുപോലെ തന്നെ ഫിഗർ ഓഫ് 8. അത് എനിക്ക് മനസ്സിലായത് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഒരുപോലെ ഡോമിനേറ്റ് അല്ല നമുക്കറിയാം. പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. സ്കില്ലാവണമെങ്കിൽ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ കറക്റ്റായിട്ട് അതിനറിയാൻ പറ്റും. അതെ. അപ്പോൾ ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹോളായിട്ട് ഇങ്ങനെയല്ല ചെയ്യുന്നത്, നമ്മുടെ റിസ്റ്റ് മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, അതായത് നെഞ്ചയ്ക്ക് നമ്മളിങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു വടിയും കൊണ്ട് അടിക്കുന്ന പോലെയല്ല, ഇതിൻ്റെ ഇടയ്ക്കൊരു ചെയിൻ ഉള്ളതുകൊണ്ട് നമുക്ക് ആ നെഞ്ചക്കിൻ്റെ ഒരു കൺട്രോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ബാക്കിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ബാക്കിലോട്ട് വെച്ചിട്ട് ചെയ്യേണ്ട 1 നേരെ താഴെ അടിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്താൽ 2 അഗെയിൻ ബാക്കിലോട്ട് പോയിട്ട് 1. അത് ആ ഒരു ഇങ്ങനെ താഴ്ത്ത് വരുമ്പം നമ്മൾ ഇങ്ങനെ ഹോളായിട്ടല്ല അടിക്കാൻ വരുന്നത്. നമ്മൾ ഈ ഒരു ഫോഴ്സ് ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് ഈ റിസ്റ്റിനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം. മനസ്സിലായി? എന്നിട്ട് അങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം. അപ്പോൾ അപ്പോഴാണ് അത് സ്ട്രൈക്കായിട്ട് മാറുന്നത്. ആ സ്ട്രൈക്ക് എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്താലും ഇത് ഒരിക്കലും വന്ന് നമ്മുടെ ദേഹത്ത് മുട്ടരുത്. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് പറയാം, നമ്മളിങ്ങനെ സ്ട്രൈക്ക് ചെയ്തിട്ട് ഇവിടെ അങ്ങ് നിൽക്കുക ചെയ്ത്. മനസ്സിലായി? എന്നിട്ട് നിന്നിട്ട് പതുക്കെ അതിൻ്റെ ആ ഒരു ഫോഴ്സിൽ നമ്മൾ ഹോൾ ഹാൻഡ് നമ്മൾ താഴോട്ട് കൊണ്ടുപോയി ചെയ്യും. അതായത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ബോളിൽ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ നന്നായിട്ട് വേദനിക്കും അല്ലേ? അതേസമയം നമ്മൾ പഠിക്കുന്നത് നമ്മൾ ബോൾ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോഴ്സിനെ നമ്മൾ അബ്സോർവ് ചെയ്യും. അത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നെഞ്ചയ്ക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ എന്നിട്ട് കൈ ഇവിടെ ഈ സൈഡിലോട്ട് ഇട്ടുവരിക. ഓക്കെ. ഇനി ഇത് ഇച്ചിരി ഒന്ന് ഫാസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. ഓക്കെ. എന്നിട്ട് ഈ കൈ ബാക്കിലോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഈ കൈ ഇങ്ങനെ തന്നെ ഉണ്ടോ, ഇങ്ങനെ തന്നെ, അതായത് ഇങ്ങനെ തന്നെ 1 2 ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ബാക്കിലോട്ട് ഇത്ര ഫാസ്റ്റായിട്ട് എടുത്താൽ ഈ സാധനം ബാക്കിൽ പോയി അടിക്കുന്നില്ലല്ലോ. ഇല്ലല്ലോ. അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹത്ത് വന്ന് അത് അടിക്കത്തില്ല. ഇനി അടുത്ത കൈ കൊണ്ട് നമുക്ക് അത് തന്നെ ചെയ്യാം പ്രാക്ടീസ്. അതായത് കൈ ഇങ്ങനെ വെച്ചിട്ട് 1 എൽബോ സ്ട്രെയിറ്റ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല. എൽബോ സ്ട്രെയിറ്റ് ആക്കിയാൽ നമുക്ക് ഒന്നും അടിക്കത്തില്ല. എൽബോ സ്ട്രെയിറ്റ് ആക്കുകയും അതുപോലെ തന്നെ നമ്മുടെ റിസ്റ്റ് ഇങ്ങനെ ബെൻഡും കൂടി ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയാവും. ഇത് ഇടത്തേക്കട്ട് ചെയ്യുമ്പോൾ ഓക്കെ. ഞാൻ ഈ തള്ളവിരൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നമുക്കൊരു കൺട്രോൾ കിട്ടും. തള്ളവിരൽ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തള്ളവിരൽ കൊണ്ട് നമുക്ക് ഇങ്ങനെ ആ നെഞ്ചക്കിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ. 1 ഇപ്പോൾ വന്ന് അടിച്ച് വേണ്ട, അങ്ങനെ അടിക്കാൻ പാടില്ല.
ആ ഒരു ഫോഴ്സ് നമ്മൾ കൈ ബാക്കിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിക്കത്തില്ല. സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറമോട്ടങ്ങ് എടുക്കും. അതെ, അത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഓക്കെ. അപ്പോൾ അടുത്ത നമ്മൾ നെഞ്ചക്ക് എങ്ങനെ ബേസിക്കായിട്ട് നമ്മൾ എങ്ങനെ കൈമാറുന്നത്, ഹാൻഡ് ചേഞ്ച് എങ്ങനെ ചെയ്യുന്നത്, അതായത് നമ്മൾ നെഞ്ചക്ക് യൂസ് ചെയ്യുന്ന എല്ലാവരും ബേസിക്കായിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അതായത് 1 2 1 1 2 1 2 1 2. സ്ലോ ആയിട്ടൊന്ന് ചെയ്ത് കാണിച്ചു തരേണ്ടി വരും. ഇതാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പം ആദ്യം മുമ്പ് നമ്മൾ സ്ട്രൈക്കിൻ്റെ ഇത് ചെയ്തല്ലോ. അപ്പം അതുപോലെ തന്നെ പിന്നെ ബാക്കിലിട്ട് ഇട്ടിട്ട് ഇല്ല, ഈ കൈ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ വരട്ടെ. ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ വന്നിട്ട് ഇവിടെ ഇവിടെ അങ്ങ് നെക്കിൻ്റെ അവിടെ പിടിക്കണ്ട, ഇച്ചിരി താഴെ, എന്നാൽ അങ്ങ് താഴെയല്ല, ഏകദേശം ഒരു മിഡിൽ ഭാഗത്ത്. ഓക്കെ, ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടുള്ള പിടുത്തം നമ്മൾ എന്നിട്ട് അവിടെ ഉറപ്പിച്ചിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ടുള്ള പിടുത്തം നമ്മൾ ലൂസ് ചെയ്യും. എന്നിട്ട് അറ്റ് ദ സെയിം ടൈം ഇതിങ്ങനെ എടുക്കും. മനസ്സിലായി? എന്നിട്ട് ഇവിടെ വന്ന് പിടിക്കും. ഓക്കെ, എന്നിട്ട് വീണ്ടും റൈറ്റ് ഹാൻഡിൻ്റെ ടൈറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് ലൂസ് ചെയ്തിട്ട് ഇങ്ങനെ. ഇത് ജസ്റ്റ് ഒരു ഹാൻഡ് ചേഞ്ച് മൂവ്മെൻറ്റ് മാത്രമല്ല, ഇവിടെ നമ്മളൊരു സ്ട്രൈക്ക് കൂടെ വരുന്നതുകൊണ്ട്, അതായത് ഇങ്ങനെ വരുമ്പോൾ ഇതുണ്ട്, ഇങ്ങനെ ഒരു സ്ട്രൈക്ക് കൂടെ അവിടെ വരുന്നുണ്ട്. അതായത് ഒപ്പോണൻ്റ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഒപ്പോണൻ്റ് നമുക്ക് താടിക്കാണ് അടി വരുന്നത്, ഇവിടെ അടി വരും. ഇനി വന്നിട്ട് ഇങ്ങനെ താടിക്കടി. ഓക്കെ, നോക്കാം, വീണ്ടും ചെയ്യാം. 1 വെരി ഗുഡ്, 2 3 4 വെരി ഗുഡ്, 5 6 7 8 9 10 1 good. ഓക്കെ, വെരി ഗുഡ്. ഇതിപ്പം ഷിബു ആദ്യമായിട്ടാണ് ഈ ഒരു മൂവ്മെന്റ് ചെയ്തത്. ആദ്യമായിട്ടാണ് ചെയ്തത് ഷിബു. കേട്ടോ, ഷിബു ഒരു പെട്ടെന്ന് അതിന്റെ ഒരു നാക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണാം, നെഞ്ചക്കെന്ന് പറയുന്നത് അത്ര വലിയ ഒരു പഠിക്കാൻ ഭയങ്കര പാടുള്ള ഒരു കാര്യമൊന്നുമില്ല. നമ്മൾ കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഇത് നമുക്ക് പഠിക്കാം. മാർഷൽ ആർട്സ് പഠിക്കണമെന്നോ, മാർഷൽ ആർട്സ് പഠിച്ചവർക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂന്നോ അങ്ങനെയൊന്നുമില്ല. ആർക്കും ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഷിബു തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ. അതെ, എനിക്കിപ്പോ പറയാനുള്ളത് ആദ്യം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പേടിയായിരുന്നു, ഇത് ദേഹത്ത് വന്ന് അടിക്കാന്നുള്ള പേടി. അപ്പൊ നമ്മൾ കുറച്ചൊരു എക്സസൈസും കുറച്ച് കയ്യിൽ പിടിച്ച് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നമ്മൾ വണ്ടി ഓടിക്കുന്നത് 2 വീലർ അല്ലെ, നമ്മൾ ആദ്യമായിട്ട് ഒരു ബുള്ളറ്റ് ഒക്കെ എടുക്കുമ്പോൾ ഒരു പേടിയാണ് ചെയ്യാന്നുള്ളത്. പക്ഷെ നമ്മൾ നാക്കായി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അത് ഒതുങ്ങും. ആ സെയിം ഒരു അതാണ്. പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും രസമായിട്ട് ഒരു തോന്നുന്നത്, നമുക്കറിയാം റൈറ്റ് ലെഫ്റ്റ് സൈഡ് നമ്മുടെ ഡോമിനൻസ് വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ട ബോത്ത് സൈഡ് ഒരുപോലെ വരണം. ആ മാസ്റ്റർ ചെയ്യണം, അതെനിക്ക് ബുദ്ധിമുട്ടായി. ആ ഒരു മൂവ്മെന്റ് റൈറ്റ് ഹാൻഡ് ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ എനിക്ക് പറ്റും. നമ്മൾ പറയുന്നത് റൈറ്റ് ഹാൻഡ്, അവൻ റൈറ്റ് ഹാൻഡ് ആണ്, അല്ലെ അവൻ ലെഫ്റ്റ് ഹാൻഡ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഒരേ പോലെ അത് പ്രാക്ടീസ് കൊണ്ട്, കാരണം നമ്മളിപ്പോ റൈറ്റ് ഹാൻഡ് കൊണ്ട് സ്ട്രൈക്ക് ചെയ്ത് ആ ഇമ്പാക്ട് തന്നെ ലെഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ വരണം. കാരണം അത് വന്നില്ലെങ്കിൽ അതിന്റെ ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് ശരിയായില്ല എന്നുള്ള അതൊരു ഇച്ചിരി ഒരു ചലഞ്ചിങ് ആണ്. അത് തീർച്ചയായും പ്രാക്ടീസ്, പക്ഷെ അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഈ ഫോം നെഞ്ച് കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം ഈ തടി കൊണ്ടുള്ള നെഞ്ചൊക്കെ കൊണ്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഞ്ചുറീസ് വരുമെന്ന് പേടി ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഫോം നെഞ്ചൊക്കെ കൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻസും വന്നു. അതെ നമുക്കിപ്പോൾ അത് തന്നെ. ഇതിപ്പോൾ നമ്മൾ ഇത് ഒരു ചെറിയൊരു നമുക്കൊരു ഇച്ചിരി ഒന്ന് ഫാസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് തടിയുടെ നെഞ്ചക്കിലേക്ക് മാറി. നമുക്ക് ഇനിയിപ്പോൾ കണ്ടോ, ഞാൻ എനിക്കത് നമ്മൾ വിത്തിൻ 1 month നമ്മൾ ഷിബു തടിയുടെ നെഞ്ചൊക്കെ കൊണ്ട് ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് നെഞ്ചൊക്കെ ഇറക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തായാലും നമുക്ക് 2 പേർക്കൂടെ ഒരു വീഡിയോ ഒരു പ്രാവശ്യം ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ഇത് തന്നെ ചെയ്യാം. ഓക്കെ, റെഡി, ശരി, 1. ഓക്കെ, എനിക്ക് കോട്ടയിൽ എൻ്റെ നെഞ്ചക്ക് കിടക്കുന്നുണ്ട്. ഇവിടെ ചെറിയ തണുപ്പുണ്ട്. എന്നാലും പൊതുവെ ഇന്ന് നല്ല ചൂടുള്ള, പൊതുവെ കമ്പാരിറ്റീവ്ലി ഇന്ന് ഇച്ചിരി ടെമ്പറേച്ചർ കൂടുതലുള്ള ദിവസമാണ്. അതുകൊണ്ടാണ് ഈ വെയിലൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങിയത് തന്നെ.
നല്ല എന്തായാലും നല്ല experience ആയിരുന്നു. എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല enjoyment, നല്ല ദിവസമാണ്. ശരിക്കും enjoy ചെയ്തു. ചിക്കൻ സ്ട്രൈക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിപ്പോൾ കണ്ട് ഷിബു നോക്കി ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഷിബുവിന് ഇതൊരു ഹരമായി പോയെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് ഷിബുവിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ എടുത്തോണ്ടിരുന്നത് അവിടെ വെച്ചായിരുന്നു. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ ഹൈ സൈഡാണ്. അപ്പം വെള്ളം ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക, ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ്. ആൾക്കാർ ഈ യാച്ചിലൊക്കെ കറങ്ങി നടക്കുന്നതൊക്കെ കാണാം അവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബീച്ചിൻ്റെ പേര് ഹിൽ ഹെഡ് ബീച്ച് എന്നാണ് സൗത്താംപ്ടൺ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്യാണ്. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ നെഞ്ചക്ക് ഡേ ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഈ പ്ലേസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പേര് മറക്കണ്ട, ഹിൽ ഹെഡ് ബീച്ച് ഇൻ സൗത്താംപ്ടൺ. ഓക്കെ, ഇത് കൊള്ളാം. ഹാൻഡ് ചേഞ്ച് രസമുണ്ട്. പഠിച്ച നീ ഇതിൻ്റെ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് എന്നിട്ട് ഏറ്റവും അവസാനം നീ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആകട്ടെ. എന്നിട്ട് അവര് പറയും ഈ ഒരു കള്ളം പറഞ്ഞത്